നമസ്കാരം. വടക്കിൻ്റെ വേറിട്ട കാഴ്ചകൾ തേടി, വിസ്മയ വ്യക്തിത്വങ്ങളെ തേടി ക്യാമറ കണ്ണുമായി ഒരു യാത്ര. നേർക്കാഴ്ചയുടെ പുതിയ അധ്യായത്തിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്നേഹസ്വാഗതം. അക്ഷരങ്ങളെ വെറും ചിഹ്നങ്ങളായല്ല, ജീവസുറ്റ ചിത്രങ്ങളായി കാണുന്ന ഒരു ഭാഷാധ്യാപകനുണ്ട്. പടന്നക്കടപ്പുറം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ MV ധനേശൻ മാസ്റ്റർ. കരിവള്ളൂർ ചീറ്റ സ്വദേശിയായ ധനേശൻ മാസ്റ്റർ 1500-ലധികം ചിത്രങ്ങളിലൂടെ ടൈപ്പോഗ്രാഫി എന്ന സങ്കേതത്തിലൂടെ ഹമ്മിങ് ബേർഡ്സ് എന്ന ചിത്രപ്രദർശനമൊരുക്കി നമ്മെ വിസ്മയിപ്പിക്കുകയാണ്. MV ധനേശൻ മാസ്റ്റർ ഒരുക്കിയ ഹമ്മിങ് ബേർഡ്സ് എന്ന ചിത്രലോകത്തേക്ക്, ഒപ്പം അദ്ദേഹത്തിൻ്റെ ശില്പവിസ്മയ ലോകത്തേക്ക് നേർക്കാഴ്ചയുടെ ക്യാമറ ഈ വാരം നിങ്ങളെ നയിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നേർക്കാഴ്ചയിലേക്ക് സ്നേഹ സ്വാഗതം. ഭാഷയും കലയും ഒത്തുചേരുന്ന വിസ്മയകരമായൊരു ലോകമാണ് ധനേശൻ മാസ്റ്ററുടെ ടൈപ്പോഗ്രാഫി ലോകം. ഒരു വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ നിഘണ്ടു നോക്കുന്നതിന് പകരം ആ വാക്കിൻ്റെ രൂപത്തിലേക്ക് നോക്കിയാൽ മതിയെന്ന് ധനേശൻ മാസ്റ്റർ നമ്മെ ബോധ്യപ്പെടുത്തുന്നു ടൈപ്പോഗ്രാഫിയിലൂടെ. എന്താണ് ടൈപ്പോഗ്രാഫി? ടൈപ്പോഗ്രഫി എന്ന സങ്കേതത്തിൻ്റെ ഉദ്ദേശം എഴുത്തിലൂടെ ചിത്രീകരണമാണ്. ഇപ്പോൾ ടൈപ്പോ എന്ന വാക്കിൻ്റെ അർത്ഥം എഴുത്ത് എന്നും, ഗ്രാഫി ആലേഖനം, മുദ്രണം, ചിത്രീകരണം എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. അപ്പോൾ ഒരു വാക്ക്, ആ വാക്ക് തന്നെ ഒരു ചിത്രമാകുമ്പോൾ, ഒരു ചൈനീസ് പഴമൊഴിയുണ്ട്, ഒരു ചിത്രം 1000 വാക്കുകൾ സംസാരിക്കുന്നു എന്നുള്ളത്. എന്നാൽ എനിക്ക് തോന്നുന്നു ഈ ടൈപ്പോഗ്രഫിയിലൂടെ നമ്മൾ മുദ്രണം ചെയ്യുമ്പോൾ, ഒരു വാക്ക് ചിത്രം സഹിതം മുദ്രണം ചെയ്യുമ്പോൾ അത് സംസാരിക്കുന്ന വാക്കുകളുടെ എണ്ണം 1001. അതായത് 1000-ന് പുറമെ ആ ചിത്രം കൂടി ഈ വാക്കിൽ ഉൾക്കൊള്ളുന്നതുകൊണ്ട് 1001 വാക്കുകൾ ഒരു ചിത്രം സംസാരിക്കുന്നു. അപ്പോൾ ടൈപ്പോഗ്രഫി എന്ന സങ്കേതം പഠനത്തിലേക്ക് ഞാൻ കൊണ്ടുവരാൻ കാരണം, കുട്ടികൾക്ക് കൗതുകകരമായ എന്തെങ്കിലും കാര്യം ചെയ്യണം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ നിന്നാണ്. ആദ്യം ഞാൻ ഹൈസ്കൂൾ അധ്യാപകനായിട്ടാണ് വർക്ക് ചെയ്തത്. ഇപ്പോൾ ഞാൻ ജോലി ചെയ്യുന്നത് പടന്നക്കടപ്പുറം ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. അപ്പോൾ കരിവള്ളൂർ ഹൈസ്കൂളിൽ 9 വർഷത്തോളം ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അക്കാലത്ത് ആണ് ഈ ടൈപ്പോഗ്രഫി എന്ന ഒരു കൗതുകകരമായ സങ്കേതം പഠനത്തിനെ സഹായിക്കാൻ വേണ്ടി ക്ലാസ്സുകളിൽ ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങിയത്. അപ്പോൾ കുട്ടികൾ വളരെയധികം താല്പര്യം കാണിക്കുകയും പ്രോത്സാഹനം നൽകുകയൊക്കെ ചെയ്തതിൻ്റെ പേരിൽ 2 ആഴ്ച കൂടുമ്പോൾ കരിവള്ളൂർ സ്കൂളിൽ നമ്മൾ ഓരോ പ്രദർശനം സംഘടിപ്പിക്കാറുണ്ട്. ഈ ടൈപ്പോഗ്രഫിയുടെ മുദ്രണം ചെയ്ത ചിത്രങ്ങളുടെ പ്രദർശനം. അപ്പോൾ കൂടുതലും ഗൂഗിൾ അല്ല ഇൻ്റർനെറ്റ് സംവിധാനങ്ങളിൽ നിന്നാണ് ഇത് കിട്ടിയത്. അപ്പോൾ വെറുതെ ഇൻ്റർനെറ്റിൽ തിരയുന്ന സമയത്ത് കൗതുകകരമായ ഒരു ചിത്രം കാണുകയും അതായിരുന്നു തുടക്കം. പിന്നീട് ഈ വാക്കുകൾ തന്നെ ചിത്രമായി രൂപീകരിക്കപ്പെട്ട, മുദ്രണം ചെയ്യപ്പെട്ട ഈ സങ്കേതത്തിൽ നിന്നും ആശയം ഉൾക്കൊണ്ട ഞാൻ ചെയ്തതും ഇൻ്റർനെറ്റിൽ നിന്ന് കടം കൊണ്ടതുമായ ചിത്രങ്ങളാണ് ചെയ്തത്. ആദ്യം ഒരു 100 ഉള്ള ഒരു പ്രദർശനമാണ് സംഘടിപ്പിച്ചത്. അത് കുട്ടികൾ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും വളരെ കൗതുകപൂർവ്വം അതിൽ കൂട്ടുചേരുകയും ഒക്കെ ചെയ്തു. പിന്നീട് അവർ ഓരോ ദിവസവും വന്നിട്ട് എന്നോട് ചോദിക്കാറുണ്ട്, ഇനി അടുത്ത പ്രദർശനം എപ്പോഴാണ് മാഷേ? അപ്പോൾ ഈ ഒരു താല്പര്യത്തിൽ നിന്നാണ് ഇതിൻ്റെ എണ്ണം കൂട്ടുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ഞാൻ കുറേ എണ്ണം ചെയ്യുകയും ഇപ്പോൾ അത് 1500-ലേറെ ചിത്രങ്ങൾ എൻ്റെ കൈവശമുണ്ട്. അക്ഷരചിത്രങ്ങളിലൂടെ വാക്കിന് ജീവൻ നൽകുകയും അവയെ സംസാരിക്കുന്ന ചിത്രങ്ങളാക്കി മാറ്റുകയും ചെയ്യുന്ന ധനേശൻ മാസ്റ്ററുടെ ഈ ബോധന രീതിക്ക് ഹമ്മിങ് ബേർഡ്സ് എന്ന് പേര് നൽകാനിടയായ സാഹചര്യം.
അപ്പോൾ ഈ പ്രദർശനം പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഈ വാക്കുകൾ തിരഞ്ഞെടുത്ത് ഒരു 100 എണ്ണം ഉണ്ടാക്കിയതിന് ശേഷം ഈ പ്രദർശനത്തിന് എന്ത് പേരിടണമെന്നുള്ള ഒരു ആലോചന ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഇത് ആരെയും കാണിക്കാതെ ഒരു സസ്പെൻസ് എന്ന രീതിയിലാണ് ഞാൻ തീർച്ചയായിട്ടും അവതരിപ്പിച്ചത്. അപ്പോൾ വാക്കുകൾ 1000-ലേറെ വാക്കുകൾ സംസാരിക്കുന്ന ഒരു ചിത്രം എന്നുള്ള രീതിയിലുള്ള ആലോചനയിൽ നിന്നായിരിക്കും അവർ പക്ഷേ ഹമ്മിങ് വേർഡ്സ് എന്നാണ് ഈ പ്രദർശനത്തിന് പേരിട്ടത്. അത് തീർച്ചയായിട്ടും ഹമ്മിങ് ബേർഡ് എന്ന ഒരു സൂചനയിൽ നിന്നും ഒരു കുസൃതി കൂടി ചേർത്ത് ഹമ്മിങ് വേർഡ്സ് എന്ന വേർഡ് പ്ലേ, അതായത് വാക്കുകൾ കൊണ്ടുള്ള ഒരു കളിയാണ് ഉദ്ദേശിച്ചത്. തീർച്ചയായിട്ടും അത് പൊതുവേ സ്വീകാര്യമായി തീർന്നു. എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു. എല്ലാവരും വളരെ നല്ല അഭിപ്രായം പറഞ്ഞു അതിനെക്കുറിച്ചിട്ട്. പിന്നീടാണ് ഈ 100 എണ്ണത്തിൽ നിന്നും അത് 200, 300 അങ്ങനെ കുട്ടികളുടെ പ്രോത്സാഹനം തന്നെയാണ് തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിൽ. അപ്പോൾ ഈ വാക്കുകൾ ഹമ്മിങ് വേർഡ്സ് എന്ന രീതിയിൽ വാക്കുകൾ നമ്മളെ എത്രമാത്രം ഉണർത്തുന്നു, അല്ലെങ്കിൽ ഈ ഒരു ചിത്രത്തിൽ നിന്ന് ഒരുപക്ഷെ നമുക്ക് ആദ്യം തന്നെ ആ വാക്കിൻ്റെ അർത്ഥം കണ്ടുപിടിക്കാൻ പറ്റണമെന്നില്ല. അതിൻ്റെ ഒരു കുസൃതി കൂടി ഇതിൽ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വാക്ക് അതെന്താണ്, അതിൻ്റെ ചിത്രം അല്ലെങ്കിൽ ആ ചിത്രത്തിൽ നിന്ന് അത് എന്ത് ഉദ്ദേശിക്കുന്നു, അതിൻ്റെ അർത്ഥമായിട്ട് അതെങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നീ കാര്യങ്ങളൊക്കെ എനിക്ക് ഏറ്റവും സഹായകരമായി തോന്നിയത് ഇത് സ്പെല്ലിങ് പഠിക്കാൻ വേണ്ടിയിട്ട്. എനിക്കൊന്ന് പണ്ട് നമ്മുടെ തലമുറ പഠിച്ച രീതിയിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമാണ് ഇന്നത്തെ ബോധന രീതിയും അധ്യാപന രീതിയും എല്ലാം. അപ്പോൾ കുട്ടികൾ ഇംഗ്ലീഷിനെ കൈകാര്യം ചെയ്യുന്നത്, ഇംഗ്ലീഷിനോട് ധാരാളം ആക്സസ് ഉണ്ട് കുട്ടികൾക്ക്. പക്ഷേ സ്പെല്ലിങ് പഠിക്കുക എന്നുള്ള നിഷ്കർഷ ഇപ്പോൾ ഇല്ലാത്തത് കാരണം തന്നെ സ്പെല്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട തെറ്റുകൾ ധാരാളം അവർ വരുത്തുന്നുണ്ട്. എനിക്കൊന്ന് ടൈപ്പോഗ്രഫി സങ്കേതത്തിലൂടെ ഒരു വാക്ക് അവർ പരിചയപ്പെടുമ്പോൾ അവരുടെ മനസ്സിലേക്ക് ഒരുപക്ഷെ അവരറിയാതെ തന്നെ അതിൻ്റെ സ്പെല്ലിങ് കൂടി കടന്നു വരുന്നുണ്ട്. കാരണം ഇതിൽ അക്ഷരങ്ങളുടെ ക്രമീകരണത്തിൽ നിന്നാണ് പല ചിത്രങ്ങളും രൂപപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കൗതുകം അവരുടെ മനസ്സിൽ പതിയും. അത് നമുക്ക് ആ ചിത്രങ്ങൾ കാണുമ്പോൾ അത് പ്രേക്ഷകർക്ക് കൂടി മനസ്സിലാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അക്ഷരചിത്രങ്ങൾക്കുള്ളിൽ വാക്കുകളുടെ അർത്ഥമൊളിപ്പിക്കുന്ന ഈ മാന്ത്രിക വിദ്യയെക്കുറിച്ച് ധനേശൻ മാസ്റ്റർ പറയും. ഒപ്പം ഈ ബോധന രീതി പഠന പ്രവർത്തനങ്ങളിൽ എത്രത്തോളം ഫലപ്രദമാണെന്ന് കൂടി. അപ്പോൾ ഈ ടൈപ്പോഗ്രഫി എന്ന സങ്കേതത്തിൻ്റെ ലളിതമായ 2-3 ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. ഉദാഹരണത്തിന് ബ്ലാക്ക് കാറ്റ് എന്ന ഈ ചിത്രീകരണം നോക്കും. അപ്പോൾ അതിൽ സൂചന എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കേണ്ടത് ഏത് അക്ഷരങ്ങൾക്കാണ് വ്യത്യസ്തത അല്ലെങ്കിൽ പ്രത്യേകത എന്നുള്ളതാണ്. അപ്പോൾ ഈ ചിത്രത്തിൽ അല്ലെങ്കിൽ ഈ മുദ്രണത്തിൽ ബ്ലാക്ക് കാറ്റ് എന്ന 2 വാക്കുകളിൽ 2 വാക്കുകളിലെയും സി എന്ന അക്ഷരത്തിന് ഒരു വ്യത്യസ്തത നിങ്ങൾക്ക് കാണാം. ഇനി ഈ ചിത്രം ഇങ്ങനെ നോക്കിയാൽ ആ 2 സി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു കറുത്ത പൂച്ചയുടെ സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടുന്നുണ്ടാവും എന്നെനിക്ക് തോന്നുന്നു. ഇതിലൊരു ചിഹ്നവും ഒരു വാക്കും മാത്രമേ ഉള്ളൂ. പക്ഷേ കുട്ടികളിത് നിഷ്പ്രയാസം ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് ആണ് ഈ മുദ്രണം, ഈ ചിത്രീകരണം എന്നുള്ളത് അവർക്ക് എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ ലോസ്റ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം തീർച്ചയായിട്ടും നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നു. അപ്പോൾ ലോസ്റ്റ് എന്ന വാക്ക് ലോസ്റ്റാണ്, അത് ഇവിടെ കാണാനില്ല. മറ്റൊരു ഉദാഹരണമാണ് അക്ഷരങ്ങൾ നോക്കിയാൽ ആ സൂചനകൾ കൂടെ ചിത്രത്തിലുണ്ട്. തീർച്ചയായിട്ടും സ്ലേറ്റ് എന്നതാണ് വാക്ക്. അപ്പോൾ LT എന്നീ അക്ഷരങ്ങളാണ് ഈ സ്ലേറ്റിൻ്റെ ഫ്രെയിമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ സെൽഫി എന്ന വളരെ പ്രചാരത്തിലുള്ള ഒരു വാക്ക്, അതിൻ്റെ ചിത്രീകരണമാണിത്. അപ്പോൾ ഒരു സെൽഫി സ്റ്റിക്ക് ഇതിൽ കാണാം. അടുത്ത വാക്ക് ഇതുപോലെ കൗതുകം നോക്കാം, എന്താണ് അതിൻ്റെ കൗതുകമെന്ന്. മെജോറിറ്റി എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം, ഭൂരിപക്ഷം എന്നുള്ളതാണ്. അപ്പോൾ ഈ ചിത്രത്തിൽ അക്ഷരങ്ങൾ എങ്ങനെ നമുക്ക് അർത്ഥം പകർന്നു തരുന്നു എന്നുള്ളത് നോക്കും. 2 വിഭാഗങ്ങൾ നമുക്ക് ഈ ചിത്രത്തിൽ കാണാം. തീർച്ചയായിട്ടും ഒരു ഭൂരിപക്ഷവും സ്വാഭാവികമായിട്ടും ഒരു ന്യൂനപക്ഷവും. സ്വന്തമായിട്ടൊരു വാക്ക് ഡിസൈൻ ചെയ്യുക എന്ന ആലോചനയിൽ നിന്നാണ് തീർച്ചയായിട്ടും സ്ലേറ്റ് എന്ന വാക്ക് അല്ലെങ്കിൽ ആ ചിത്രം വരുന്നത്. അപ്പോൾ സ്ലേറ്റിന് നമ്മുടെ വിദ്യാഭ്യാസത്തോട് ഉണ്ടായിരുന്ന അഭേദ്യമായ ബന്ധം നമുക്കറിയാം. അപ്പോൾ സ്ലേറ്റ് എന്ന വാക്ക് എനിക്ക് വളരെ കൗതുകവും സന്തോഷവും പകർന്നു തന്ന ഒരു വാക്കാണ്.
ഈ ഒരു പ്രദർശനം അല്ലെങ്കിൽ ഈ ടൈപ്പോഗ്രഫി എന്ന സങ്കേതം കുട്ടികൾക്ക് പഠനത്തിന് സഹായിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, തീർച്ചയായിട്ടും ഇപ്പോൾ പഠനത്തിനുള്ള ബുദ്ധിമുട്ട് വാക്കുകളുടെ ക്ഷാമമാണ്. അപ്പോൾ നമുക്ക് വാക്കുകൾക്ക് ക്ഷാമം അനുഭവിക്കുന്നത് കൊണ്ടാണ് ഒരുപക്ഷെ വാചകങ്ങൾക്ക് നമുക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. അപ്പോൾ ടൈപ്പോഗ്രഫി എന്ന ഈ പ്രദർശനം ഒരുപക്ഷെ 1500 വാക്കുകൾ അല്ലെ 1000 വാക്കുകൾ നമ്മൾ കാണുമ്പോൾ എനിക്കൊന്ന് ഒട്ടേറെ വാക്കുകൾ നമ്മുടെ മനസ്സിൽ പതിയും. നമുക്ക് പരിചയമുള്ള വാക്കുകളാണെങ്കിൽ അതിൻ്റെ സ്പെല്ലിങ്, ഏതൊക്കെ അക്ഷരങ്ങളാണ് ആ വാക്കിൽ എന്നത്, അതിൻ്റെ ഉച്ചാരണം, അതിൻ്റെ അർത്ഥം, ഇങ്ങനെ 3-4 തരത്തിൽ ഒരുപക്ഷെ ഒരു ക്ലാസ്സിൽ നിന്ന് അല്ലെങ്കിൽ ഒരു അധ്യാപകന് സാധാരണ രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു ദൃശ്യ സാങ്കേതിക സഹായം കൂടി ഇത് പകർന്നു നൽകുന്നു എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ട് കുട്ടികളത് കൂടുതൽ താല്പര്യത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും അത് സ്വീകരിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇതിനോടകം 1500ഓളം വാകർത്ത ചിത്രങ്ങൾ ധനേശൻ മാസ്റ്റർ ഒരുക്കി കഴിഞ്ഞു. ഓരോ ചിത്രങ്ങളും ഒരുക്കാനുള്ള സങ്കേതങ്ങൾ എന്തൊക്കെയാണെന്നും ഒപ്പം ഈ ചിത്രങ്ങളുടെ ഒരു പ്രദർശനം തൻ്റെ വിദ്യാലയത്തിൽ പടന്നക്കടപ്പുറം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരുക്കിയതിൻ്റെ ഓർമ്മകളും അതിന് പിന്നിൽ പ്രവർത്തിച്ച അധ്യാപകരുടെ സഹകരണവും ധനേശൻ മാസ്റ്റർ ഓർത്തെടുക്കും. ഒരു പ്രദർശനം എന്ന രീതിയിൽ ഇത് ആലോചിച്ചപ്പോൾ ആദ്യം വെളുത്ത A4 ഷീറ്റിൽ വരച്ചിട്ട് ചെയ്യാമെന്നുള്ള ആലോചനയാണ് ഉണ്ടായിരുന്നത്. പിന്നീടാണ് അതിനേക്കാൾ കുറച്ചുകൂടി നന്നാവുക ഇതുപോലെ കളർ പേപ്പർ ഉപയോഗിച്ച് അതിൽ പേപ്പർ വേറെ വ്യത്യസ്തമായ കളറുള്ള പേപ്പർ തന്നെ കട്ട് ചെയ്ത് അക്ഷരങ്ങൾ ഒട്ടിച്ചെടുത്തിട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഭംഗിയും വ്യക്തതയും കൃത്യതയും ഒക്കെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ നിന്നാണ് ആ ആശയം വന്നത്. ഇത് ഓരോന്നും അക്ഷരങ്ങൾ വെട്ടി ഒട്ടിച്ചിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഹൈസ്കൂളിൽ ഇതിനുണ്ടായിരുന്ന സാധ്യതകൾ തീർച്ചയായിട്ടും ഹയർ സെക്കൻഡറിയിലില്ല. ഹയർ സെക്കൻഡറി കുട്ടികൾ കുറച്ചുകൂടെ മുതിർന്ന കുട്ടികൾ, അവരുടെ തിരക്കുകൾ, അവരുടെ താല്പര്യം അല്ലെ താല്പര്യമില്ലായ്മ, അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് എനിക്കിത് ഉപയോഗിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല തീർച്ചയായിട്ടും. അപ്പോൾ ഈ അടുത്ത കാലത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ തന്നെ ഹൈസ്കൂൾ വിഭാഗത്തിലുള്ള ഡ്രോയിങ് അധ്യാപകനായ എൻ്റെ സുഹൃത്ത് പ്രേംകുമാറാണ് ഒരു ടൈപ്പോഗ്രഫീനെ കുറിച്ചുള്ള ഒരു ക്ലാസ് കുട്ടികൾക്ക് നൽകാൻ വേണ്ടി ആവശ്യപ്പെട്ടത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കുറച്ച് ചിത്രങ്ങൾ കൊണ്ടുപോയപ്പോഴാണ് അദ്ദേഹം അത് കണ്ട് ഇഷ്ടപ്പെടുകയും ആ ക്ലാസ്സിൽ അത് കാണിക്കേണ്ട, നമുക്കത് വേറെ തന്നെ വ്യത്യസ്തമായിട്ടൊരു തനിയെ അതുമാത്രമുള്ള ഒരു പരിപാടി എന്നുള്ള രീതിയിൽ ആണ് ഈ പ്രദർശനം നടക്കുന്നത്. അപ്പോൾ 5-6 വർഷം ഇത് തീർച്ചയായിട്ടും ഈ വീട്ടിൽ പൊടി പിടിച്ച് കിടക്കുകയായിരുന്ന ഇതിന് വീണ്ടും വെളിച്ചം കാണുന്നത് ഈ പ്രേംകുമാറിൻ്റെ താല്പര്യത്തിൽ നിന്നും നിർബന്ധത്തിൽ നിന്നുമാണ്. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അംഗം ഡോക്ടർ സെറീന സലാമാണ് അന്നത്തെ പ്രദർശനം ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ 1 മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികളും അന്ന് മറ്റു പരിപാടികളുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ വന്ന നാട്ടുകാരും അധ്യാപകരും ഒക്കെ വളരെ താല്പര്യപൂർവ്വം ഈ പ്രദർശനം വീക്ഷിക്കുകയും എന്നെ അഭിനന്ദിക്കുകയും ഇതിനെക്കുറിച്ച് ഒരുപാട് അഭിപ്രായങ്ങൾ പറയുകയും ഒക്കെ ചെയ്തിരുന്നു. കുട്ടികൾക്ക് ഭാഷാധ്യായനത്തിന് ഈ രീതി വളരെ എളുപ്പമാണെന്ന് ധനേശൻ മാസ്റ്റർ പറയുന്നു. എന്നാൽ ഇംഗ്ലീഷ് വാക്കുകളെപ്പോലെ മലയാളം വാക്കുകളും ടൈപ്പോഗ്രാഫിക്ക് വഴങ്ങുന്നുണ്ടോ? അപ്പോൾ ഈ ടൈപ്പോഗ്രഫി പ്രദർശനം കണ്ടപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ മലയാള അധ്യാപകരായ സുഹൃത്തുക്കളും മറ്റു സുഹൃത്തുക്കളൊക്കെ എന്നോട് അന്വേഷിച്ചിരുന്ന ഒരു കാര്യം എന്തുകൊണ്ട് മലയാള അക്ഷരങ്ങൾ ഉപയോഗിച്ചുള്ള ചിത്രീകരണം ചെയ്യുന്നില്ല എന്നുള്ളതായിരുന്നു. പ്രധാനപ്പെട്ട ഒരു കാര്യം ഗൂഗിളിൽ മലയാള അക്ഷരങ്ങളുള്ള ടൈപ്പോഗ്രഫി കുറവാണ് എന്നുള്ളതാണ്. പിന്നെ ഞാനൊരു ഇംഗ്ലീഷ് അധ്യാപകനാണ് എന്നുള്ള ഒരു സ്വാർത്ഥത തീർച്ചയായിട്ടും അതുണ്ട്. ഇംഗ്ലീഷ് അധ്യാപനത്തിൻ്റെ ഭാഗമായിട്ട് ഇംഗ്ലീഷ് ടൈപ്പോഗ്രഫി തന്നെയാണ് ഞാൻ ചെയ്തതും ഉപയോഗിച്ചതുമൊക്കെ. അപ്പോൾ ഞാൻ ഈ അധ്യാപന ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പേ വിനോദിനൊക്കെ അറിയാം, ഞാൻ ബോർഡ് എടുത്തായിരുന്നു പണി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അന്ന് ഈ ഇൻ്റർനെറ്റ് സങ്കേതങ്ങളൊന്നും ഇല്ലാത്ത കാലമാണ്. അപ്പോൾ ഓരോ അക്ഷരങ്ങൾക്ക് വേണ്ടി നമ്മൾ ആശ്രയിച്ചിരുന്നത്
വാരികകളൊക്കെയാണ് പ്രധാനമായിട്ട് കലാകൗമുദിയിലെ നോവലിൻ്റെ നെട്ടൂർ മഠം, ഇവിടെ എല്ലാവർക്കും സുഖം തന്നെ, അങ്ങനെയുള്ള നോവലുകളുടെയൊക്കെ ടൈറ്റിൽ, ആ ടൈറ്റിൽ നിന്ന് അക്ഷരങ്ങളുടെ ഫോണ്ടിൽ നിന്ന് ആശയം ഞാൻ ഒരുപാട് കോപ്പി അടിച്ചിട്ടുണ്ട്. അപ്പോൾ പല ബോർഡ് ചെയ്യുന്നതിനും ഈ അക്ഷരങ്ങളുടെ രൂപമാണ് പകർത്തിയിരുന്നത്. അപ്പോൾ അതൊക്കെ വെട്ടിയെടുത്ത് സൂക്ഷിച്ചിരുന്ന ആൽബം എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഈ മലയാള അക്ഷരങ്ങൾ കൊണ്ട് ഈ മാന്ത്രിക വിദ്യ കാണിച്ചിരുന്നത് ഭട്ടതിരി എന്ന ചിത്രകാരനാണ്. അദ്ദേഹം ഇന്ന് ലോകപ്രശസ്തനാണ്. മലയാളത്തിൻ്റെ ടൈപ്പോഗ്രഫി വളരെ മനോഹരമായിട്ട് ആവിഷ്കരിച്ച് പ്രദർശനങ്ങളൊക്കെ അദ്ദേഹം സംഘടിപ്പിക്കുന്നത് നമുക്കറിയാം. അപ്പോൾ മലയാള അക്ഷരങ്ങൾക്കുള്ള ഒരു പരിമിതി, ഇംഗ്ലീഷ് അക്ഷരങ്ങളുടെ സൗകര്യം മലയാള അക്ഷരങ്ങൾക്ക് ഇല്ല. തീർച്ചയായിട്ടും മലയാള അക്ഷരങ്ങൾക്കുള്ള ഒരു സങ്കീർണമായ ആകൃതിയിൽ നിന്നും ഈ പറഞ്ഞ പോലെ ലളിതമായ ചിത്രങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട് മലയാള അക്ഷരങ്ങൾക്ക് ഉണ്ട് ഇംഗ്ലീഷിനേക്കാൾ. അപ്പോൾ ഇംഗ്ലീഷ് അക്ഷരങ്ങളുടെ ഈ ഒരു ലാളിത്യം ഒരുപക്ഷെ ഒരു സുഗമമായ കൈകാര്യം ചെയ്യാനുള്ള അവസ്ഥയാണ് ഇതിന് നമുക്ക് എളുപ്പമായ രീതിയിൽ ഇത് ചെയ്യാൻ നമ്മളെ അനുവദിക്കുന്നത്. വരയോടൊപ്പം വായനയും എഴുത്തും ഹോബിയാക്കി മാറ്റിയ ധനേശൻ മാസ്റ്ററുടെ സർഗാത്മക യാത്രയ്ക്ക് കുടുംബം നൽകുന്ന പിന്തുണ, അച്ഛൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്ന മകൾ, ഒപ്പം ടൈപ്പോഗ്രാഫി എന്ന സംഗീതത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് മാഷിന് നൽകാനുള്ള സന്ദേശം. ഇപ്പോൾ കുടുംബത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഭാര്യ, ഒരു മകൾ. ഭാര്യ വെള്ളൂർ ഹൈസ്കൂളിൽ ഓഫീസ് സ്റ്റാഫാണ്. മകൾ TTC DLED കഴിഞ്ഞിട്ട് ഇപ്പോൾ BA ഇംഗ്ലീഷ് ചെയ്യുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എനിക്കൊരു ഭ്രാന്തമായ ഹോബി എന്ന രീതിയിൽ ഇത് തുടർന്ന സമയത്ത് അവർക്ക് ആശങ്കകൾ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് എനിക്ക് സപ്പോർട്ട് നൽകുകയും ഒരുപാട് സഹായങ്ങൾ ചെയ്യുകയും, അപ്പോൾ A4 ഷീറ്റിൽ ഡ്രോയിങ് ഷീറ്റ് കട്ട് ചെയ്ത് അതിൽ ഈ വാർണിഷ് പേപ്പർ ഒട്ടിക്കുന്നതൊക്കെ അവരാണ് എന്നെ സഹായിക്കുന്നത്. അപ്പോൾ ഞാൻ അക്ഷരങ്ങൾ മുറിച്ച് ഒട്ടിച്ച് തയ്യാറാകുമ്പോഴേക്കും പല കളറിലുള്ള പേപ്പറുകൾ അവർ തയ്യാറാക്കി തരും. അപ്പോൾ എനിക്ക് പരിപൂർണമായ സപ്പോർട്ടാണ്. അപ്പോൾ വായന എന്ന ഹോബി തീർച്ചയായിട്ടും മറക്കാൻ പറ്റില്ല. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 5ാം ക്ലാസ് മുതൽ തന്നെ തെക്കേമണക്കാട്ട് വായനശാലയിൽ ലൈബ്രറിയനായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു സൗഭാഗ്യം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അക്കാലത്ത് നമ്മുടെ എല്ലാ എൻ്റർടൈൻമെൻറ്റും പുസ്തകങ്ങളായിരുന്നു. ഇന്നത്തെ കാലത്തു നിന്നുള്ള വ്യത്യാസം തീർച്ചയായിട്ടും അതൊരു ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു. അപ്പോൾ വായന എന്നുള്ള രീതിയിൽ വായനയാണ് ഒരുപക്ഷെ എഴുത്തിലേക്ക് തീർച്ചയായിട്ടും നമ്മളെ നയിക്കുന്നത്, എല്ലാവർക്കും അറിയുന്നത് പോലെ. അപ്പോൾ അതിന്നും തുടരുന്നുണ്ട്. പുസ്തകങ്ങളോടുള്ള പ്രണയം നിലക്കാത്തതാണ്. ദിവസവും എന്തെങ്കിലുമൊക്കെ ആയിട്ട് വായിക്കാറുണ്ട്. അപ്പോൾ മകൾ ചിത്രകലയിൽ താല്പര്യമുണ്ട്. അവളും കരകൗശലത്തിലൊക്കെ അത്യാവശ്യം താല്പര്യമുള്ള കുട്ടിയാണ്. അപ്പോൾ പേപ്പർ ക്വിൽ വർക്ക് ഒക്കെ ചെയ്യുന്നുണ്ട്, ചിത്രം വരക്കാറുണ്ട്, അത്യാവശ്യം എഴുതുകയും ചെയ്യും. ചിത്രകാരൻ എന്ന നിലയിൽ സ്കൂൾ വിദ്യാഭ്യാസ കാലം മുതലേ ധനേശൻ മാസ്റ്റർ തൻ്റെ ഇടം കലാലോകത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. സ്കൂൾ കുട്ടികൾക്കായി ഗണിത പാഠപുസ്തകത്തിൽ നിരവധി ചിത്രങ്ങൾ ഒരുക്കിയ അധ്യാപകൻ കൂടിയായ ധനേശൻ മാസ്റ്റർ സ്വന്തം വീട്ടിൽ ആരെയും വിസ്മയിപ്പിക്കുന്ന ഒരുപാട് വുഡ് വർക്കുകളും തയ്യാറാക്കിയിട്ടുണ്ട്. അതോടൊപ്പം ഒരു എഴുത്തുകാരൻ എന്ന നിലയിലുള്ള മാഷിൻ്റെ ഇടപെടലുകളെക്കുറിച്ചും. ടൈപ്പോഗ്രഫി എന്ന സങ്കേതം അപാര സാധ്യതകളുള്ള ഒരു മേഖലയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഭാഷാ പഠനം, ഭാഷാ ബോധനം, ഭാഷാ അധ്യാപനം, അധ്യയനം എന്നീ മേഖലകളിലെല്ലാം നമ്മൾക്ക്
താല്പര്യമുണർത്തുന്ന ഒരു സങ്കേതമാണ് തീർച്ചയായിട്ടും ടൈപ്പോഗ്രഫി. അപ്പോൾ എഴുത്തിലൂടെ ചിത്രങ്ങൾ ഉണർത്തുക എന്നുള്ളത് ഒരുപാട് ആശയങ്ങൾ നമ്മളിൽ ഉണർത്തുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും ഈ താല്പര്യം, ഈ കൗതുകം, അത് നമുക്ക് നൽകുന്ന സന്തോഷം, അതൊക്കെയാണ് ഈ ടൈപ്പോഗ്രഫി എന്ന സങ്കേതത്തിൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ ഈ മേഖലയിലേക്ക് വരുന്ന കുട്ടികൾക്ക് ഒരുപാട് സാധ്യതകൾ ഇന്നത്തെ ലോകം നമുക്ക് നൽകുന്നുണ്ട്. ഇന്നത്തെ സാങ്കേതിക വിദ്യകൾ നമുക്ക് നൽകുന്നുണ്ട്. നമ്മുടെ തലമുറയോട് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ വളരെ അനുകൂലമായ ഒരു സാഹചര്യമാണ് ഇന്നത്തെ കുട്ടികൾക്കുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും പഠനം എന്നുള്ള രീതിയിലുള്ള പഠനത്തിനെ സഹായിക്കുന്ന ഒരു സങ്കേതം എന്ന രീതിയിൽ തീർച്ചയായിട്ടും ടൈപ്പോഗ്രഫി വളരെ സഹായകരമായ ഒന്നാണ്. അതിൻ്റെ സന്തോഷം അത് ചെയ്തു തുടങ്ങുമ്പോഴാണ് മനസ്സിലാവുക. വാകർത്തപ്പൊരുൾ വിളിച്ചോതുന്ന അക്ഷരചിത്രങ്ങളുടെ ടൈപ്പോഗ്രാഫിയുടെ ഈ വിസ്മയ ലോകത്ത് നിന്നും നേർക്കാഴ്ചയുടെ ക്യാമറ പടിയിറങ്ങുന്നു. അടുത്ത ആഴ്ച മറ്റൊരു വേറിട്ട കാഴ്ചയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.